ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്ക്. ഇന്ന് നമുക്ക് പുട്ടുപൊടി വെച്ച് വെറും 5 മിനിറ്റുകൾ കൊണ്ട് അടിപൊളി സോഫ്റ്റ് ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. പുട്ടുപൊടി വെച്ചിട്ടുള്ള നമ്മുടെ അടിപൊളി സോഫ്റ്റ് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു വലിയ അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് അളവിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ശർക്കര ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിലുള്ള പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത് ബ്രാൻഡിൻ്റെ പുട്ടുപൊടി ആയാലും കുഴപ്പമില്ല. പുട്ടുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് കപ്പിലാണോ പുട്ടുപൊടി എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ നമുക്ക് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 4 ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ചതാണ്, അതുകൊണ്ടാണ് ഈ ഒരു വൈറ്റ് കളർ ഉള്ളത്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിലുള്ള ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് തേങ്ങയുടെ പീസസ് ആണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചെറു ചൂടോടെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ കൺസിസ്റ്റൻസി, ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം ഇതും ആക്കിയെടുക്കാൻ. ഇപ്പം നമ്മൾ മുഴുവനായിട്ടുമുള്ള ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി തികയാതെ വരികയാണെങ്കിൽ സാധാരണ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പച്ചരി ഒരുപാട് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കും. അതിനുശേഷം നമ്മൾ അരച്ചെടുക്കും, പിന്നീട് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുക. പുട്ടുപൊടിയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. വെറും 5 മിനിറ്റുകൾ കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതേയുള്ളൂ. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുറേശ്ശെയായിട്ട് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് ഉണ്ണിയപ്പം എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു രീതിയിൽ. പുട്ടുപൊടി കൊണ്ട് വെറും 5 മിനിറ്റുകൾക്കുള്ളിൽ അടിപൊളി സോഫ്റ്റ് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുത്തത് കണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ ബൈ.